എന്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് ഈ പരീക്ഷ ജയിച്ചേ പറ്റൂ. അതിന് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നു. ഇങ്ങോട്ടൊന്നില്ലാതെ അനാഥരെ പോലെ ഇറങ്ങി തിരിച്ച ഞങ്ങളെ ആ ഗിരിയേട്ടനെ വരുത്തി ഇവിടേക്ക് കൊണ്ടെത്തിച്ചതും ഈ ക്ഷേത്രത്തിലൊരു അഭയം തന്നതും ഈ അമ്മ തന്നെയല്ലേ? എന്റെ വേദന അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ജയിച്ചേ പറ്റൂ ദേവി, ഇല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും, എന്നേക്കുമായിട്ട് തോറ്റുപോകും. എവിടെ നമ്മുടെ പുന്നാര മോൻ? ആട് കിടന്നിടത്ത് പൂട പോലും കിട്ടിയില്ല. ഞാനും എന്റെ ഈ മോളും കൂടി ഇവിടെ എല്ലാം എത്രമാത്രം അരിച്ചു പെറുക്കിയതാന്നറിയോ? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ കുടത്തിൽ എത്ര നേരം തപ്പിയാലും കുന്തം കിട്ടണ്ടേ? എങ്കിലേ കുന്തം കുടത്തിൽ തന്നെ കിട്ടി. ദേ നോക്ക്, കണ്ടില്ലേ? അപ്പോ ഇതാരാ നീലുമേ? ആ മഹി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഇതാരാ? ഞാനും നോക്കിയപ്പോ കണ്ടില്ല. അവൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ രണ്ടുപേരും മുറി പോയി നോക്കിയത്. അവന്റെ മുറി ചെന്ന് നീ അവനെ തെരഞ്ഞപ്പോ നീ ബാത്റൂമിന്റെ ഡോറിൽ തട്ടിയായിരുന്നോ? ഇല്ല. ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യരുത്. വെറുതെ വിടുവായത്തം പറഞ്ഞ് മറ്റുള്ളവരെ ടെൻഷനാക്കും. എല്ലാവരെ കൊണ്ടും എന്റെ കുട്ടിയെ കുറ്റം പറയിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ? അങ്കിള് പറഞ്ഞ പോലെ മഹി റൂമിൽ തന്നെ ഉണ്ടായിരുന്നു, ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞപ്പോ ഐശ്വര്യ വരെ ഞാൻ നുണ പറയാണെന്നും പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു. അയ്യോ, അത് ഞാൻ മുറിയില് മഹിയില്ലെന്ന് മൂത്ത മരുമോള് പറഞ്ഞു, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. രമേ, ഇപ്പൊ ആര് പറഞ്ഞതാണ് സത്യമെന്ന് ബോധ്യമായില്ലേ?